നമ്മുടെ മക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ ടീനേജ് പ്രായം എത്തുമ്പോൾ അവർക്ക് സെക്ഷൽ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പെൺകുട്ടികൾക്ക് പീരീഡ്സ് ഉണ്ടാകുന്നു, ആൺകുട്ടികൾക്കും അതിൻ്റേതായിട്ടുള്ള ജെനിറ്റൽസിലുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അപ്പം പൊതുവേ നമുക്കുള്ള സംശയമാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കുട്ടികളുടെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അഥവാ അവരുടെ അടുത്ത് ഇതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? കാരണം നമുക്കിപ്പോൾ ഒരു പെൺകുട്ടിക്കാണ് പീരീഡ്സ് ആവുന്നത്, അവളുടെ അടുത്ത് പീരീഡ്സ് എന്താണെന്നതിനെക്കുറിച്ച് സംസാരിക്കണം, ഹൈജീനെ കുറിച്ച് സംസാരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൂടാ, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പെയിൻ ഉണ്ടാകും, എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമ്മൾ അമ്മമാർ പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അവർക്ക് യാതൊരു ചമ്മലുമില്ല. പീരിയഡ്സിനെ കുറിച്ച്, പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന പീരിയഡ്സിനെ കുറിച്ച് വീട്ടിലുള്ള മറ്റ് ആൺകുട്ടികളുടെ അടുത്ത് പറയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? അതിന് ഒന്നാമതായിട്ടുള്ള ഉത്തരം യെസ്. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടി ഇല്ല, അല്ലാതെ വേറെ പെൺമക്കളില്ല എങ്കിൽ കൂടിയും നിങ്ങൾ നിങ്ങളുടെ ആൺമക്കളുടെ അടുത്ത് പെൺകുട്ടികൾക്കുണ്ടാകുന്ന ഈ മെൻസ്ട്രുവൽ സൈക്കിളിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഒന്നാമത് അവൻ്റെ വീട്ടിൽ അമ്മയുണ്ട്. അമ്മയ്ക്ക് മെനോപോസ് എത്തിയിട്ടില്ലാത്ത ഒരമ്മയാണെങ്കിൽ അമ്മയ്ക്ക് ഉണ്ടാവുമല്ലോ പീരീഡ്സ്. ചില സമയത്ത് അതിഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരും, ഇറിറ്റേഷൻ വരും, ശബ്ദം നമുക്ക് ഇറിറ്റേറ്റീവായിട്ട് തോന്നും. ചിലപ്പോൾ മൈനർ ശബ്ദങ്ങളായിരിക്കും, പക്ഷേ വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അത് നമ്മൾ സാധാരണഗതിയിൽ ക്ഷമിച്ചുകൊണ്ടിരുന്ന കാര്യമായിരിക്കും, പക്ഷേ PMS ഉള്ള സമയത്ത് ക്ഷമിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാവുമ്പോൾ ആ അമ്മ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നു, കരയുന്നു, വിഷമിക്കുന്നു, ഷൗട്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത് എന്തുകൊണ്ടാണ്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുള്ളൂ, പക്ഷേ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ സഹോദരി എൻ്റെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെടുന്നു. അപ്പോൾ കുട്ടി ആകെ പെർപ്ലെക്സ്ഡ് ആണ്, അവരാകെ കൺഫ്യൂസ്ഡ് ആണ്, ഇത് എന്താ സംഭവിക്കുന്നത്? അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. പീരീഡ്സിന് മുമ്പ് പ്രീമെൻസ്ട്രൽ സിൻഡ്രോം എന്നൊരു ഒരു സിറ്റുവേഷൻ ചില സ്ത്രീകൾക്കെങ്കിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് പീരിയഡ്സ് എന്ന് ആദ്യം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണുമ്പോൾ ഒരു നീല ലിക്വിഡോ അല്ലെങ്കിൽ പച്ച ലിക്വിഡോ ഒക്കെ ഒരു പാഡൊക്കെ കാണുന്നു. ഇത് പരസ്യം എല്ലാവരും കാണുന്നതാണല്ലോ, സ്ത്രീ ആയാലും പുരുഷനായാലും കാണുന്നതാണ്. അപ്പോൾ എൻ്റെ മകൻ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഇതിനെപ്പറ്റി സംശയം ചോദിക്കുന്നത് കോവിഡ് സമയത്താണ്. കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് കുട്ടികൾ 2 വർഷം വീട്ടിലിരുന്നു. അപ്പം കൂടുതലും TV ആണ് കാണുന്നത്. അപ്പോൾ TV യിൽ ഇങ്ങനത്തെ പരസ്യങ്ങൾ വരുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ അന്ന് അവൻ തീരെ ചെറുതാണ്, 7 വയസ്സോ മറ്റോ ഉണ്ടാവുള്ളൂ, ഇതെന്താ ഇങ്ങനെ ഒഴിക്കുന്നത്, എന്തിനാ അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ അന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ മകനത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു പ്രായം എത്തിയിട്ടില്ല എന്ന് എനിക്കറിയാം. കാരണം അവൻ സ്കൂളിലോ സയൻസിലോ ബയോളജിയിലോ ഒന്നും ഇതിനെക്കുറിച്ചൊന്നും പഠിക്കുന്നില്ല. ബേസിക് ഹ്യൂമൻ ബോഡി എന്താണെന്ന് അവന് ശരിക്കും ഒരു അറിവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, മോനെ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഞാനത് അപ്പം ഹാൻഡിൽ ചെയ്തു. അടുത്ത വർഷമോ എപ്പോഴാണോ ഈ ഹ്യൂമൻ ബോഡിയെ പറ്റിയൊക്കെ കുട്ടികൾ പഠിച്ചു തുടങ്ങുന്നത് സ്കൂളിൽ, ആ സമയം തൊട്ട് നമുക്ക് ഇത് പറയാമെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ പീരീഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ടോപ്പിക്ക് കേൾക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതിൻ്റെ തമ്പനയിൽ കാണുന്ന ആൾക്കാർ ആദ്യം പറഞ്ഞാൽ അയ്യേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അയ്യേ എന്നുള്ളൊരു എക്സ്ക്ലമേഷൻ ആയിരിക്കും പലരുടെ മനസ്സിൽ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു എക്സ്ക്ലമേഷൻ്റെ ആവശ്യമുണ്ടോ? അല്ലേ? നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു മാറ്റം, അവിടെ ഒരു റപ്ചർ സംഭവിക്കുകയാണ്. മന്ത്ലി, എല്ലാ മാസവും ഒരു റപ്ചർ സംഭവിക്കുന്നു. അത് കുട്ടിയെ ഗർഭപാത്രം കുട്ടിയെ ധരിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ യൂട്രസിൻ്റെ മസിൽസ് സ്ട്രെങ്തൻഡ് ആവുകയും അതിൻ്റെ വാൾസൊക്കെ തിക്കൻഡ് ആവുകയും, എന്നാൽ അവിടെ കുട്ടിയില്ല, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എന്ന് കാണുമ്പോൾ അത് റപ്ചറായി പോവുകയും ചെയ്യുന്നു. ഈ റപ്ചറായി പോവുക എന്ന് പറഞ്ഞാൽ ഒരു മുറിവാണ്. ആ മുറിവിന് വേദനയുണ്ട്, ബ്ലഡ് പുറത്തേക്ക് ഒഴുകുകയാണ്. അത് പ്യുവർ ബ്ലഡാണോ ഇംപ്യുവർ ബ്ലഡാണോ എന്നുള്ളതൊന്നും ഇവിടുത്തെ വിഷയമേ അല്ല. ബ്ലഡ് ഒരാളുടെ ശരീരത്തിൽ നിന്ന് മുറിഞ്ഞ് പുറത്തേക്ക് ഒഴുകുകയാണ്. അത് കുറച്ച് ദിവസത്തേക്ക് ഒഴുകും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വേദനയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒഴുകുന്ന ബ്ലഡിനെ നമ്മുടെ മറ്റ് പാൻറ്റീസിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാഡ് വയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിലേക്ക് പോവുകയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ മറ്റൊരു വശം. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുട്ടിക്ക് മനസ്സിലാവും ഇങ്ങനെയാണ്. അപ്പം കഴിഞ്ഞ ദിവസവും എനിക്കിങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് തീരെ വയ്യ, എന്തോ ഒരു കാര്യം വന്ന് പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് വേണം എന്നുള്ള രീതിയിൽ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചു. ഇപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്ന എന്തോ ഒരു കാര്യമാണ്, സിമ്പിളായിട്ടുള്ളൊരു കാര്യം.
പക്ഷേ ആ സമയത്ത് എനിക്ക് വല്ലാണ്ട് വേദനയുണ്ടായിരുന്നു. അപ്പം ഞാൻ മോനോട് പറഞ്ഞു, മോനെ ഞാൻ ഐ മീൻ മൈ പീരിയഡ്സ്, എനിക്കിപ്പോൾ വല്ലാണ്ട് ഞാൻ പെയിൻ എടുത്തിരിക്കുകയാണ്, എനിക്ക് അനങ്ങാൻ വയ്യ, അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കും, ഞാൻ ഇച്ചിരി നേരം ഇരുന്നോട്ടെ. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ അയാൾ പറയണം, അയ്യോ സാരമില്ല മമ്മി, ആണോ, അത് ഞാൻ അറിഞ്ഞില്ല, ഇറ്റ്സ് ഓക്കെ ഐ വിൽ ഡു എന്ന് പറഞ്ഞ് അയാൾ മാറുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന ഒരു സമാധാനം, ആ സിറ്റുവേഷൻ അവിടെ എത്ര സ്മൂത്തായിട്ടാണ് സോൾവ് പോയെന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ സ്മൂത്താണ്. അല്ലെങ്കിൽ ആ കുട്ടി വിചാരിക്കും എന്തിനാണ് സാധാരണ ചെയ്തു തരുന്ന കാര്യം ഇപ്പോൾ ചോദിച്ചപ്പോൾ അമ്മ ദേഷ്യപ്പെടുന്നു, ഒന്നും എന്താ അത് കാര്യമൊന്നും പറയുന്നില്ല, വയ്യാത്ത പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷെ പനിയൊന്നുമില്ല, പിന്നെന്താ എന്ന് കുട്ടി മനസ്സിൽ വിചാരിച്ച് അവൻ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നതിനെക്കാട്ട് നല്ല നമ്മളത് അതിൻ്റെ റിയൽ റീസൺ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഈ ടീനേജ് പ്രായത്തിൽ ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ ബേസിക്കാണ് ഇവർ വളർന്നു വരുമ്പോൾ, ഒരു യൂത്ത് ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓഫീസ് വർക്ക് സ്പേസിലേക്ക് പോകുമ്പോൾ, അതല്ലെങ്കിൽ ഒരു മറൈറ്റൽ റിലേഷൻഷിപ്പോ ലവ് റിലേഷൻഷിപ്പിലേക്കോ ഫ്രണ്ട്ഷിപ്പിലേക്കോ ഒക്കെ പോകുമ്പോൾ ഇവരെടുത്ത് പ്രയോഗിക്കാൻ പോകുന്നത് ഇവർക്ക് കിട്ടിയിട്ടുള്ള ഈ ബേസാണ്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ പീരീഡ്സ് ആയി തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് ഒരുപാട് ലീക്കേജ് ഉണ്ടാവും. നമ്മൾ എങ്ങനെയൊക്കെ കുട്ടികളല്ലേ, എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും കുറച്ചൊക്കെ നമ്മുടെ ഡ്രസ്സിലൊക്കെ പറ്റി ലീക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കൊച്ചിൽ. പക്ഷെ ഞാനൊക്കെ ആ സമയത്ത് പഠിച്ചത് ഒരു ഗേൾസ് സ്കൂളിലായതുകൊണ്ട് എനിക്ക് ഈ ആൺകുട്ടികൾ എങ്ങനെയാണ് അതിനെ കാണുന്നതെന്നൊന്നും അന്ന് എനിക്ക് അതിനെപ്പറ്റി വെറി ചെയ്യേണ്ടി വന്നിട്ടില്ല. മിക്സഡ് സ്കൂൾ കോ എഡ്യൂക്കേഷൻ നടക്കുന്ന സ്കൂളിലാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതെങ്കിൽ അവിടെ ഇതുപോലെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, അവിടെ ഇതുപോലെ കുട്ടികൾക്ക് അബദ്ധങ്ങൾ പറ്റാം, ലീക്കേജ് ഉണ്ടാവാം. അങ്ങനെ ഒരു ലീക്കേജ് കണ്ടു കഴിയുമ്പോഴത്തേക്കിന് ആ കുട്ടിയെ കളിയാക്കണമോ, അതോ അയ്യോ അതിന് വയ്യല്ലോ, അതിനെ ഓർത്ത് ഒന്ന് സിമ്പതറ്റിക് ആകണോ, അതിനെ കുറച്ചും കൂടെ കെയർ കൊടുക്കണോ എന്ന് നമ്മുടെ ആൺമക്കൾ ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മൾ ആസ് എ പാരൻറ്റ് വിജയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. കാരണം നാളെ അതറിയാവുന്ന ഒരു കുട്ടിക്ക് നാളെ ഒരു പെൺകുട്ടി എന്താണ്, അവൾക്ക് ഇങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിപ്പോൾ സ്വന്തം സഹോദരിക്കാണെങ്കിലും കാമുകിക്കാണെങ്കിലും ഭാര്യയ്ക്കാണെങ്കിലും അത് മനസ്സിലാക്കാൻ എപ്പോഴാണ് ഒരു പുരുഷന് സാധിക്കുന്നത്, അപ്പോഴാണ് അവർക്ക് അയാളെ ഒന്ന് എന്താ പറയുക എക്സ്ട്രാ അഫെക്ഷൻ ഉണ്ടാവുന്നു, അവരുടെ മൂഡ് ഫ്ലക്ച്വേഷൻസിനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നു, ആ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കാര്യവും കൂടി അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഡയറക്റ്റ്ലി വെറുപ്പിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ വേറൊരാളുടെ ഫീലിങ്സ്, ഇമോഷൻസ്, ബോഡിലി ചേഞ്ചസ്, ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഇതിനെല്ലാം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരാളെ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമില്ല, സ്വമേധയാ ബയോളജിക്കലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാരും ചെയ്യുന്ന ക്രൈമോ തെറ്റോ ഒന്നുമല്ല. അപ്പോൾ അതൊരാളിൽ സംഭവിക്കുമ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള, പെൺകുട്ടികൾക്ക് പരസ്പരം ഇതറിയാം, അയാൾക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇയാളുടെ അടുത്തിരുന്ന് ഹെൽപ്പ് ചെയ്യും. ഞാൻ പറയുന്നത് ഓപ്പോസിറ്റ് ജെൻഡേഴ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് പെൺകുട്ടിയെ കളിയാക്കാനുള്ളൊരു സമയമല്ല, ബോഡി ഷേമിങ് ചെയ്യാനോ അയ്യേ എന്ന് പറഞ്ഞ് കളിയാക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അബ്യൂസീവ് വേർഡ്സ് ഉപയോഗിച്ച് കളിയാക്കാനോ ഉള്ള ഒരു സാഹചര്യമല്ല. ഷീ ഈസ് ഗോയിങ് ത്രൂ സംതിങ് പെയിൻഫുൾ. അപ്പോൾ നമ്മൾ അതനുസരിച്ചുള്ള കൺസിഡറേഷൻ ആ കുട്ടിക്ക് കൊടുക്കണം. റെസ്പെക്റ്റ് കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, അതിനനുസരിച്ചുള്ള ഒരു കൺസിഡറേഷൻ നമ്മൾ കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മുടെ ആൺകുട്ടിയുടെ നമ്മുടെ ആൺമക്കളുടെ ഉള്ളിൽ ഓപ്പോസിറ്റ് ജെൻഡറിനോടുള്ള ഒരു അവർക്ക് കൊടുക്കേണ്ട ഒരു കൺസിഡറേറ്റീവ് സ്പേസ് നമ്മൾ ബിൽഡപ്പ് ചെയ്യുവാണ്. ആ സ്പേസിൽ നിന്നാണ് അടുത്തടുത്ത ബ്ലോക്സ് നമ്മൾ കെട്ടിപ്പൊക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പീരിയഡ്സ് എന്താണെന്നുള്ളതും അതിൽ കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അബദ്ധങ്ങളും എന്താണെന്നുള്ളത് ആൺകുട്ടികൾക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അവരെപ്പോഴാണോ അതിനെപ്പറ്റിയൊക്കെ സ്കൂളിൽ പഠിച്ചു തുടങ്ങുന്നത്, ഒരു 9 വയസ്സിൽ തൊട്ടൊക്കെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. കാരണം നമ്മുടെ ഏജ് അല്ല, ഇപ്പോൾ എല്ലാം യൂട്യൂബിലും എഡ്യൂക്കേഷൻ വീഡിയോസിലും ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് അറിയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആൺകുട്ടികളുടെ ഡിസ്കസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. യെസ്.